നാളെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്. അവളെനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തേയില്ല. കാരണം അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സിലും ഏറ്റവും ഡാർക്ക് ഡേയ്സിലും എന്നോടൊപ്പം, എന്നെ ജഡ്ജ് ചെയ്യാതെ എന്നോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരാളാണ് ആൾ. സോ അവളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ അവളെ നേരത്തെ വിഷ് ചെയ്യാൻ പറ്റില്ല, താമസിച്ചും വിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനൊന്ന് വ്യക്തിയില്ല, ഭയങ്കര പ്രശ്നമാണ്. സോ ആ ഓൺ ടൈമിൽ വിഷ് ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ അതിന് ഞാൻ അവളുടെ ബർത്ത്ഡേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് അവിടെ പോവാ, കേക്ക് കട്ടി, അത് മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അത് മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഞാൻ പക്ഷേ ചെല്ലുന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവളവിടെ കാണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വരുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ജസ്റ്റ് അവിടെ നിന്നിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേക്ക് റിട്ടേൺ പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കാണാം. ഇത് ഇവളുടെ ബർത്ത്ഡേക്ക് ഇവളുടെ കൂടെ തന്നെ പോയി കേക്ക് വാങ്ങുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവം, എന്ത് ചെയ്യണം. എന്നിട്ട് ആ കേക്ക് അവൾ തന്നെ പിടിച്ച് ചെയ്യേണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവളായിട്ട് എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു 12 മണിയാകാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി 12 മണിയായി. അവളുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ജിഫു മോളെ. മതിയോ മോളെ എന്ന് വിളിച്ചത്? ഹാപ്പി ബർത്ത്ഡേ ഡാ. നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ വർഷം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് അവൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ്, ഒരു വാച്ചാണ് കൊടുത്തത്. ആക്ച്വലി ഞാനൊരു വാച്ച് ലവറൊന്നുമല്ല, പക്ഷേ ഇപ്രാവശ്യം ഒരു വാച്ചാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വാച്ച് ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വാച്ച് ഇപ്പം എങ്ങനെ കെട്ടണമെന്നൊന്നും അറിയില്ല. അതിൻ്റെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയുണ്ട്, വാച്ച് ഇഷ്ടപ്പെട്ടോ? അതിനുശേഷം ആ കേക്ക് തിന്ന് തീർക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 മാസം മധുരം കഴിക്കാതിരുന്നിട്ട് ഇന്നലെയാണ് കഴിച്ചത്. നല്ല വണ്ണം കഴിച്ചിട്ടുണ്ട്. 8 മാസത്തെ എല്ലാ കുറവും ഞാൻ ഒറ്റ അടിക്ക് തീർത്തിട്ടുണ്ട്. എനിവേ ഹാപ്പി